ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ കണ്ടു? മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ ആൽക്കഹോൾസ് വഴി എങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിച്ചു. അതിൽ ആൽക്കഹോൾസിൽ തന്നെ നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യുക പഠിച്ചു. ഒപ്പം സ്പെസിഫിക്കലി നമുക്ക് ആൽക്കൈൽ ഫ്ലോറൈഡ്സും ആൽക്കൈൽ ബ്രോമൈഡ്സും ആൽക്കൈൽ അയഡൈഡ്സും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിച്ചു. ഇനി ഫ്രം ഹൈഡ്രോ കാർബൺസിൽ നമുക്ക് 4 മെത്തേഡ്സ് ഉണ്ട്. അതിൽ പകുതി മെത്തേഡ്സ് ഹാലോ ആൽക്കെയിൻസ് ഉണ്ടാക്കാനും പകുതി മെത്തേഡ്സ് ഹാലോ അരീൻസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതിൽ ഫ്രീ റാഡിക്കൽ ഹാലജനേഷനും ഫ്രം ആൽക്കീൻസ് എന്ന് പറയുന്നത് 2 മെത്തേഡാണ് ഹാലോ ആൽക്കീൻസ് ഉണ്ടാക്കണേ. അതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഫ്രീ റാഡിക്കൽ ഹാലജനേഷനാണ്. ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ വഴി നമ്മൾ എങ്ങനെയാണ് ഹാലോ ആൽക്കീൻസ് ഉണ്ടാക്കണമെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഹാലോ അരീൻസ് ഉണ്ടാക്കുന്നത് അടുത്ത 2 മെത്തേഡ്സ് ആണ്. അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും സാൻ മേയേഴ്സ് റിയാക്ഷനും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി എങ്ങനെയാണ് ഹാലോ അരീൻസ് ഉണ്ടാക്കണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. പിന്നെ അടുത്തത് സാൻ മേയേഴ്സ് റിയാക്ഷൻ ആയിരുന്നു. സാൻ മേയേഴ്സ് റിയാക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ക്ലോറോ ബ്രോമോ ബെൻസീൻ ഉണ്ടാക്കണമെന്നും പിന്നെ ഐഡോ ബെൻസീൻ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നും പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫ്രം ആൽക്കീൻസ് ആണ്. ഈ ആൽക്കീൻസ് എന്താ ഉണ്ടാക്കണേ? ഹാലോ ആൽക്കീൻസ് അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡും ഒന്ന് അഡീഷൻ ഓഫ് ഹാലജനും. അപ്പോൾ എന്താണ് ഈ ഫ്രം ആൽക്കീൻസിനെ എങ്ങനെയാണ് ഹാലോ ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഫ്രം ആൽക്കീൻ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ആദ്യം തന്നെ ആൽക്കീൻ്റെ ഒപ്പം HX ആഡ് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് ഹാലോ ആൽക്കീൻ കിട്ടുക നോക്കാം. ആൽക്കീൻസ് ആഡ് HX ടു ഫോം ആൽക്കൈൽ ഹാലൈഡ്സ്. അതായത് ആൽക്കീൻസിൻ്റെ ഒപ്പം ഹൈഡ്രജൻ ഹാലൈഡ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഹാലൈഡ് എന്ന് പറയുമ്പോൾ ക്ലോറിൻ ആക്കാം, ബ്രോമിൻ ആവാം, ഐഡൻ ആവാം. ഓക്കെ, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് CH2 ഡബിൾ ബോണ്ട് CH. അപ്പോൾ ആൽക്കീൻ്റെ ഒപ്പം നമ്മളോട് എന്താ പറഞ്ഞേ? ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ആ ഹൈഡ്രജൻ ഹാലൈഡ് നമ്മൾ X കൊടുക്കുകയാണ്. അതായത് എക്സിനെ ഏത് വേണമെങ്കിലും ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, ഐഡൻ ആവാം, ഏത് വേണമെങ്കിലും ആവാം. അതുകൊണ്ട് നമ്മൾ HX എന്നേ കൊടുക്കണുള്ളൂ. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HX ഗിവ്സ്. ഇനി എങ്ങനെയാണ് നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യണമെന്ന് നോക്കാം. അതായത് ഇത് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആൽക്കീനാണ്. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഡബിൾ ബോണ്ടിന് അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം സെയിം ആവണം. ഓക്കെ, ഈ ഒരു കേസിൽ നോക്കി നോക്കൂ. ഇതാണ് ഡബിൾ ബോണ്ട് അല്ലേ. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിന് ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോഴും ഈ ഡബിൾ ബോണ്ട് റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴും നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ സിമെട്രിക്കൽ അല്ല, 2 സൈഡിലും 1 ആണ്, ഒരേപോലെയാണ്. അതുകൊണ്ട് സിമെട്രിക്കലാണ്. അപ്പോൾ ഇങ്ങനത്തെ സിമെട്രിക്കൽ ആൽക്കീൻസ് വരികയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള റൂളും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അൺസിമെട്രിക്കൽ ആൽക്കീൻസിൻ്റെ കേസിലാണെങ്കിൽ ദ അഡീഷൻ ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു മാർക്കോണിക്കോവ്സ് റൂൾ. അപ്പോൾ അൺസിമെട്രിക്കൽ ആൽക്കീൻസ് ഹൈഡ്രജൻ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക എന്നുള്ളത് മാർക്കോണിക്കോവ്സ് റൂൾ പ്രകാരമാണ്. പക്ഷേ നമ്മളൊരു സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനാണ് എടുക്കണതെങ്കിൽ ഒരു തരത്തിലുള്ള റൂളും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്യാം. അതായത് ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡബിൾ ബോണ്ട് പൊട്ടിച്ചു. ഡബിൾ ബോണ്ട് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്തു? ഹൈഡ്രജനെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഈ ഹൈഡ്രജനെ നമുക്ക് ഫസ്റ്റ് കാർബണിലേക്ക് കൊടുക്കാം. എക്സിനെ, അതായത് ഹാലൈഡിനെ നമുക്ക് സെക്കൻഡ് കാർബണിലേക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈഡ്രജനെ സെക്കൻഡ് കാർബണിലേക്ക് കൊടുക്കാം, ഹാലൈഡിനെ ഫസ്റ്റ് കാർബണിലേക്ക് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, വെൻ ഇറ്റ് ഈസ് എ സിമെട്രിക്കൽ ആൽക്കീൻ. സിമെട്രിക്കൽ ആൽക്കീൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അക്കോർഡിംഗ്ലി ചെയ്യാൻ പറ്റുള്ളൂ. അൺസിമെട്രിക്കൽ ആണെങ്കിൽ നമുക്ക് മാർക്കോണിക്കോവ്സ് റൂൾ ഒബേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ സിമെട്രിക്കൽ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അല്ലേ. ഇതിപ്പോൾ എങ്ങനെ കൊടുത്താലും നമുക്ക് കിട്ടാൻ പോണത് ഫസ്റ്റ് കാർബണമേ ഹാലജൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ CH3 CH2 X എന്ന് കിട്ടിയില്ലേ. അതായത് ഈ H നമ്മൾ ഇവിടേക്ക് കൊടുത്തു, ഫസ്റ്റ് കാർബണിലേക്ക് കൊടുത്തു. അപ്പോൾ ഓൾറെഡി CH2 ആയിരുന്നു, അവിടേക്ക് ഒരു ഹൈഡ്രജനും കൂടി കയറിയ CH3 ആയി. പിന്നെ ബോണ്ട് പൊട്ടി അല്ലേ, അപ്പോൾ സിംഗിൾ ബോണ്ടായി. പിന്നെ CH2ലേക്ക് നമ്മൾ എക്സും കൂടി കയറ്റി, അപ്പോൾ CH2 X എന്നായി. അങ്ങനെയാണ് നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് ആയിട്ടുള്ള CH3 CH2 X കിട്ടിയത്. മനസ്സിലായോ? ഇത് സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻസിൻ്റെ കേസിൽ. ഇനി അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ്റെ കേസിൽ മാർക്കോണിക്കോവ്സ് റൂൾ ഒബേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് നോക്കാം. മാർക്കോണിക്കോവ്സ് റൂൾ. The rule states that when an unsymmetrical reagent is added to an unsymmetrical alkene, the negative part of the adding molecule get attached to the carbon containing lesser number of hydrogen atom. ഈ റൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് റെഡിങ് കൊണ്ട് ഞാൻ എഴുതിയത്. അപ്പോൾ മാർക്കോണിക്കോവ്സ് റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻറ്റ് ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനൊപ്പം ആഡ് ചെയ്യുമ്പോൾ ആ ആഡ് ചെയ്യുന്ന റിയേജൻ്റ് ഉണ്ടല്ലോ, ആ റിയേജൻറ്റിൻ്റെ നെഗറ്റീവ് പാർട്ട് എവിടേക്കാണ് പോവുക വെച്ചാൽ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബൺ ഏതാണോ അവിടേക്കാണ് ആ ആഡ് ചെയ്യുന്ന റിയേജൻറ്റിൻ്റെ നെഗറ്റീവ് പാർട്ട് പോവുക. ഒരു എക്സാമ്പിൾ വഴി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നമ്മൾ ഇവിടെ എടുക്കുന്ന അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറയുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH2 ആണ്.
ഇതെങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് അൺസിമെട്രിക്കൽ ആണെന്ന് മനസ്സിലായത്? ഡബിൾ ബോണ്ട് നെക്രോസ് ആണ് നമ്മൾ നോക്കുക അല്ലേ, ആൽക്കീൻ ആണ് എടുത്തത്. അപ്പോൾ ഡബിൾ ബോണ്ട് നെക്രോസ് ആണ് നോക്കുക. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് നോക്കൂ, ഇവിടെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിന് ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ട്? 2 എണ്ണം. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ 1 ഉള്ളൂ. അപ്പോൾ കാർബണിൽ അൺഈക്വൽ ആയിട്ടാണ് ഇരിക്കണേ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ആൽക്കീൻസിനെയാണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറയാം. നേരത്തെ കേസ് നോക്കിയപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. 2 സൈഡിലും കാർബണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആയിരുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2 എണ്ണവും റൈറ്റ് സൈഡിൽ 1 എണ്ണമാണ്. അപ്പോൾ അൺസിമെട്രിക്കൽ ആയിട്ടാണ് നിൽക്കണേ, അൺഈക്വൽ ആയിട്ടാണ് നിൽക്കണേ. അപ്പോൾ അത് അത്തരത്തിലുള്ള ആൽക്കീൻസിനെയാണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറയുക. ഈ അൺസിമെട്രിക്കൽ ആൽക്കീനെ നമ്മൾ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു റിയേജൻ്റായിട്ട് ആഡ് ചെയ്യിപ്പിച്ചു, റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിലെ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ആഡിങ് മോളിക്യൂൾ, ഈ ആഡിങ് മോളിക്യൂൾ എന്ന് പറയുന്നത് HBr ആണ് അല്ലെ. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻ്റ് ആണ് നമ്മുടെ HBr. ആ HBrൻ്റെ നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? Br അല്ലേ. ഈ Br കാർബണിലെ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളത് എവിടേക്കാണ്? അതായത് നമ്മൾ ഈ ഡബിൾ ബോണ്ട് നെക്രോസ് ആയിട്ടോ ഇനി ഫുൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ കാർബണ് ഇത് നോക്കണ്ട, CH3 നോക്കണ്ട, CHും CH2 നോക്കുക. അപ്പോൾ CHൽ നോക്കുമ്പോൾ 1 നമ്പർ ഓഫ് ഹൈഡ്രജൻ ആണുള്ളത്. ഇവിടെ നോക്കുമ്പോൾ 2 നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ എവിടെ കുറവ്? CHൽ അല്ലേ, സെക്കൻഡ് കാർബണിൽ. അപ്പോൾ സെക്കൻഡ് കാർബണിലേക്കാണ് നമ്മുടെ Br പോവുക, നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ആഡിങ് മോളിക്യൂൾ പോവുക. അങ്ങനെയാണ് നമുക്ക് മേജർ പ്രൊഡക്റ്റ് കിട്ടുക. മേജർ പ്രൊഡക്റ്റിനാണ് പ്രയോറിറ്റി ഒരു ഇക്വേഷനിൽ. അപ്പോൾ മേജർ പ്രൊഡക്റ്റ് നമ്മളെങ്ങനെ വരും? ഈ Br CHലേക്കും പോവും, H CH2ലേക്കും പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3 CH Br CH3 എന്ന് കിട്ടും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നോക്കൂ, CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr ഇങ്ങനെയല്ല ഇരിക്കണേ. മേജർ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യണതെന്നാണ് നമ്മളിവിടെ പറയാൻ പോണേ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു മാർക്കോണിക്കോവ്സ് റൂളാണ് ഇതിൽ ഒബേ ചെയ്യേണ്ടത്. അങ്ങനെ ഒബേ ചെയ്താൽ മാത്രമേ നമുക്ക് മേജർ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അങ്ങനത്തെ മേജർ പ്രൊഡക്റ്റ് കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന അൺസിമെട്രിക്കൽ റിയേജൻറ്റും അൺസിമെട്രിക്കൽ ആൽക്കീനും കൂടിയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം അല്ലേ. അതിൽ അൺസിമെട്രിക്കൽ റിയേജൻറ്റിൻ്റെ, അതായത് അതിനെ ആഡിങ് മോളിക്യൂളിനും കൂടി വിളിക്കും, ആഡൻറ്റം എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ആ ആഡിങ് മോളിക്യൂളിൻ്റെ നെഗറ്റീവ് പാർട്ട് റൂൾ അനുസരിച്ച് ആ ആഡിങ് മോളിക്യൂളിൻ്റെ നെഗറ്റീവ് പാർട്ട് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബൺ ഏതാണോ അവിടേക്കാണ് പോവുക. അതായത് ഈ ഡബിൾ ബോണ്ട് നെക്രോസ് ആയിട്ടുള്ള കാർബണെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് നെക്രോസ് ആയിട്ടുള്ള കാർബൺ ഏതൊക്കെയാണ്? 2ാമത്തെ കാർബണും 3ാമത്തെ കാർബണും അല്ലേ. അപ്പോൾ ഈ കാർബണിൽ എത്ര നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 1 എണ്ണം. ഇവിടെയോ 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ എവിടെയാണ് കുറവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്? 2ാമത്തെ കാർബണിൽ. അപ്പോൾ അവിടേക്കാണ് Br പോവുക. അതായത് നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ആഡിങ് മോളിക്യൂൾ പോണത് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലേക്കാണ്, അതായത് സെക്കൻഡ് കാർബണിലേക്ക്. അപ്പോൾ അങ്ങനെ HBr അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ബാക്കി വരുന്ന H എന്ത് ചെയ്യും? H മറ്റേ ഡബിൾ ബോണ്ടിന് മറ്റേ കാർബണിലേക്ക് പോകും. അതായത് ഇവിടെ നമ്മൾ HBrൽ Br സെക്കൻഡ് കാർബണിലേക്ക് പോയി, അപ്പോൾ ഹൈഡ്രജൻ പോവുക തേർഡ് കാർബണിലേക്ക് ആയിരിക്കും, അതായത് ഡബിൾ ബോണ്ട് നെക്രോസ് ആയിട്ടുള്ള റൈറ്റിൽ കിടക്കുന്ന കാർബൺ. ഓക്കെ, അപ്പോൾ എന്ത് വരും? Br സെക്കൻഡ് മോളിക്യൂളിൽ പോയപ്പോൾ CH3 CH Br, പിന്നെ H ഈ CH2ലേക്ക് കയറി, അപ്പോൾ CH3 എന്നായി. അപ്പോൾ CH3 CH Br CH3 എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് മേജർ പ്രൊഡക്റ്റ് കിട്ടണേ. അതാണ് നമ്മൾ ഇവിടെ എഴുതിയണേ. അപ്പോൾ ഇതിനെ നമ്പർ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഒന്നല്ലെങ്കിൽ 1 2 3 എന്ന് ഇടാം, അല്ലെങ്കിൽ 1 2 3 എങ്ങനെ വേണമെങ്കിലും ഇടാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഞാൻ 1 2 3 ലെഫ്റ്റിൽ നിന്ന് 1 2 3 എന്ന് ഇടുമ്പോൾ എനിക്ക് വരെ എങ്ങനെയാണ്? 2 ബ്രോമോ പ്രൊപ്പെയിൻ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 2 ബ്രോമോ പ്രൊപ്പെയിൻ ആണ് എൻ്റെ മേജർ പ്രൊഡക്റ്റ്. ഇനി മൈനർ പ്രൊഡക്റ്റ് എന്താണ്? മൈനറും മേജറും ഒരുമിച്ച് എഴുതണം കേട്ടോ. ചില കേസസിൽ അവർ പറയും ഓൺലി റൈറ്റ് മേജർ പ്രൊഡക്റ്റ് എന്ന്. അങ്ങനത്തെ കേസസിൽ മേജർ മാത്രം എഴുതിയാൽ മതി, മൈനർ എഴുതേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് മാർക്കോണിക്കോവ്സ് റൂൾ പ്രകാരം അല്ലെങ്കിൽ ആൽക്കീൻസിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഹാലോ ആൽക്കീൻ കിട്ടുക എന്നൊക്കെ ചോദിക്കുമ്പോൾ മൈനറും മേജറും എഴുതണം കേട്ടോ. അപ്പോൾ ഇനി മൈനർ എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം. അപ്പോൾ മേജർ നമ്മൾ പറഞ്ഞു അക്കോർഡിംഗ് ടു മാർക്കോണിക്കോവ്സ് റൂളാണ്. അപ്പോൾ മൈനർ എങ്ങനെയായിരിക്കും? ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ പ്രകാരമായിരിക്കും. ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ്. അതായത് നമ്മളൊരു അൺസിമെട്രിക്കൽ റിയേജൻ്റ് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ആ ആഡിങ് മോളിക്യൂളിൻ്റെ നെഗറ്റീവ് പാർട്ട് പോവുക ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണത്തിലേക്കായിരിക്കും. ഇതാണ് ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ പറയുന്നത് കേട്ടോ. അതിന് അക്കോർഡിംഗ് ആയിട്ടാണ് മൈനർ പ്രൊഡക്റ്റ് വരിക. അതായത് ഒന്നുമില്ല, നമ്മൾ മേജർ പ്രൊഡക്റ്റ് എങ്ങനെയാണോ ഏത് റൂൾ പ്രകാരമാണോ ഫോം ചെയ്തത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും മൈനർ വരിക. അപ്പോൾ നമുക്ക് നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2 ആണ് നമ്മുടെ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ. അതിൻ്റെ ഒപ്പം അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻ്റ് അതായത് HBr റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമ്മളോട് ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ പ്രകാരം, അതായത് ഫോർമേഷൻ ഓഫ് മേജർ പ്രൊഡക്റ്റ് ഒബേ ചെയ്യണത് മാർക്കോണിക്കോവ്സ് റൂളാണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. മാർക്കോണിക്കോവ്സ് റൂളിൽ പറയണത് ഏതാ? ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബത്തിലേക്കായിരിക്കും ആഡിങ് മോളിക്യൂളിൻ്റെ നെഗറ്റീവ് പാർട്ട് പോകാണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ
അതായത് മൈനർ പ്രൊഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആഡിങ് മോളിക്യൂളിൻ്റെ നെഗറ്റീവ് പാർട്ട്, അതായത് ഈ കേസിൽ ബ്രോമിൻ പോകേണ്ടത് എവിടേക്കാണ്? ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലൊക്കെയാണ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് നെക്രോസ് ആയിട്ടുള്ള കാർബൺസ് എടുത്ത് നോക്കൂ. അതായത് ഇതും സെക്കൻഡ് പൊസിഷനിലിരിക്കുന്ന ഈ CHഉം തേർഡ് പൊസിഷനിലിരിക്കുന്ന CH2. അപ്പോൾ BR എവിടേക്കാണ് പോവുക? ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലേക്ക് അല്ലേ? ഇത് മൈനർ പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അടുത്ത് പറയുന്നുണ്ട് മൈനർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ BR CH2ലേക്ക് പോയി. അപ്പോൾ H ഇങ്ങോട്ട് പോവും. ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തുള്ള കാർബൺ അല്ലേ, എടുക്കാത്ത കാർബൺ, നമ്മൾ യൂസ് ചെയ്യാത്ത കാർബൺ, അതാണിത് CH എന്ന് പറയുന്നത്. അവിടേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3. CH ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, ഒരു H കൂടിയും കയറി, അപ്പോൾ CH2 ആയി. ഇവിടെ CH2 ഉണ്ടായിരുന്നു, അവിടേക്ക് BR കയറി, അപ്പോൾ CH2 BR എന്നായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3 CH2 BR മൈനർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയാണ് CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr എന്ന് പറയുന്നത് മേജർ പ്ലസ് മൈനറാണ്. ആദ്യം മേജർ എഴുതണം, പിന്നെയാണ് മൈനർ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ ഞാനൊന്ന് തിരിച്ച് എഴുതിയെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ആദ്യം മേജർ പ്രൊഡക്റ്റ് ചെയ്താൽ പിന്നെ മൈനർ പ്രൊഡക്റ്റ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ മേജറായിട്ട് വരുന്നത് CH3 CH CH3 BR പ്ലസ് CH3 CH2 BR. ഓക്കെ, മാർക്കോണിക്കോഫ്സ് റൂൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് അഡീഷൻ ഓഫ് ഹാലജൻ വെച്ചിട്ട് എങ്ങനെയാണ് ആൽക്കീൻസ് എന്ന് ഹാലോ ആൽക്കീൻസ് ഉണ്ടാവണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഹാലോ ആൽക്കീൻ ഉണ്ടാവണേന്ന് പഠിച്ചു. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ്സ് റൂൾ ഇഫ് ഇറ്റ് ഇസ് എൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ. അൺസിമെട്രിക്കൽ അല്ല, സിമെട്രിക്കൽ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഇനി നോക്കൂ, അഡീഷൻ ഓഫ് ഹാലജൻ വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാവണേ നോക്കാം. ആൽക്കീൻസ് ആഡ് ഹാലജൻ ടു ഫോം വിസിനൽ ഡൈഹാലൈഡ്. ആൽക്കീൻസിൻ്റെ ഒപ്പം ഹാലജൻ ആഡ് ചെയ്താൽ നമുക്ക് വിസിനൽ ഡൈഹാലൈഡ് കിട്ടും. എന്താണ് ഈ വിസിനൽ ഡൈഹാലൈഡ്? 2 ഹാലജൻ ആറ്റംസ് ഓൺ അഡ്ജസൻറ്റ് കാർബൺ ആറ്റംസ്, അതായത് അഡ്ജസൻ്റ് ആയിട്ടിരിക്കുന്ന കാർബൺ ആറ്റംസ്, അതായത് അടുത്തടുത്തിരിക്കുന്ന കാർബൺ ആറ്റത്തുമ്മേ ഓരോ കാർബൺ ആറ്റത്തുമ്മയും ഓരോ ഹാലജൻ വീതം അറ്റാച്ച് ചെയ്യുക. അതായത് 2 ഹാലജൻസ് അടുത്തടുത്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് അറ്റാച്ച് ചെയ്ത അത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ വിളിക്കുക വിസിനൽ ഡൈഹാലൈഡ്സ് എന്ന്. ഓക്കെ, അപ്പോൾ ആൽക്കീൻസും ഹാലജനും തമ്മിലുള്ള റിയാക്ഷനിൽ നമുക്ക് കിട്ടുക വിസിനൽ ഡൈഹാലൈഡാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. അഡീഷൻ ഓഫ് ബ്രോമിൻ ഇൻ CCl4 ടു ആൻ ആൽക്കീൻ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് വിസിനൽ ഡൈബ്രോമൈഡ്സ്. അതായത് നമ്മൾ ആൽക്കീനാണ് എടുക്കണത് അല്ലേ? അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 എടുത്തു, പ്ലസ് BR2 ബ്രോമിൻ എടുത്തു, ഹാലൈഡായിട്ട് ബ്രോമിൻ എടുത്തു. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 BR CCl4ൻ്റെ പ്രസൻസിൽ വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു BR ഈ കാർബണിലേക്ക് പോകും, ഒരു BR ഈ കാർബണിലേക്ക് പോകും. ഈ ബോണ്ട് ആദ്യം തന്നെ ഈ ബോണ്ട് പൊട്ടും, എന്നിട്ട് ഒരു BR ഈ CH2ലേക്ക് പോകും, ഒരു BR ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തുണ്ടാവും? CH2 BR. അപ്പോൾ കണ്ടു, അഡ്ജസൻ്റ് ആയിട്ടിരിക്കുന്ന കാർബൺ ആറ്റമാണ്, അതുമ്പോൾ ഓരോന്നിലും ഓരോ ഹാലജൻ വീതം ഉണ്ട്. അങ്ങനെ 2 ഹാലജൻസ് ഓൺ അഡ്ജസൻ്റ് കാർബൺ ആറ്റമായി. അപ്പോൾ ഇതിനെയാണ് വിസിനൽ ഡൈഹാലൈഡ് എന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡിൽ മാർക്കോണിക്കോഫ്സ് റൂളും ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂളൊക്കെ വെച്ചിട്ടാണ് മേജർ മൈനർ പ്രൊഡക്ട്സ് കണ്ടുപിടിച്ചത് അല്ലേ? അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു മാർക്കോണിക്കോഫ്സ് റൂൾ യൂസ് ചെയ്യുക അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻസിനാണ്. സിമെട്രിക്കൽ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ വേണമെങ്കിലും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ഇനി അഡീഷൻ ഓഫ് ഹാലജൻ ആണെങ്കിൽ നമുക്ക് ആൽക്കീൻസിൻ്റെ ഒപ്പം ഹാലജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക വിസിനൽ ഡൈഹാലൈഡ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ വഴി നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. അപ്പോൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് മൈൻഡ് മാപ്പൊക്കെ വരച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു. ആദ്യം ഹാലോ ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സ് നോക്കാം. അതായത് ആൽക്കഹോളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഏതൊരു പ്രൊഡക്റ്റും ഹാലോ ആൽക്കീൻസ് ആയിരിക്കും. പിന്നെ ഹൈഡ്രോ കാർബണിൽ നിന്ന് ഉണ്ടാക്കുന്നത് പകുതി ഹാലോ ആൽക്കീൻസും പകുതി ഹാലോ അരീൻസും ആണ് അല്ലേ? ഹാലോ ആൽക്കീൻസിൽ വരുന്നത് 2 മെത്തേഡാണ്, ഫ്രീ റാഡിക്കൽ ഹാലജനേഷനും ഫ്രം ആൽക്കീൻസും. അപ്പോൾ നമുക്ക് ആദ്യം ആൽക്കഹോൾസിൻ്റെ ഒരു ഓവർവ്യൂ നമ്മളിപ്പോൾ പഠിച്ചത് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് സമ്മപ്പ് ചെയ്ത് നോക്കാം. ആൽക്കഹോൾസ് നമ്മൾക്ക് ജനറൽ ആയിട്ട് എങ്ങനെയാണൊരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കണേന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ആൽക്കൈൽ ക്ലോറൈഡ് സ്പെസിഫിക്കലി എങ്ങനെ ഉണ്ടാക്കണേന്ന് പഠിച്ചു. പിന്നെ ആൽക്കൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ അയഡൈഡ് ഉണ്ടാക്കുന്ന മെത്തേഡ് പഠിച്ചു. ജനറലി നമ്മൾ എങ്ങനെയാണ് ആൽക്കഹോൾസ് നിന്ന് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കുക? ആൽക്കഹോൾ പ്ലസ് HX ROH plus HX in the presence of anhydrous NCl2 gives RX plus H2O. അതായത് നമ്മളൊരു ആൽക്കഹോളും ഹൈഡ്രജൻ ഹാലൈഡും കൂടി റിയാക്ട് ചെയ്യിപ്പിക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് an anhydrous NCl2. അപ്പോൾ anhydrous NCl2ൻ്റെ റോൾ എന്ന് പറയുന്നത് തന്നെ വാട്ടറിൻ്റെ റിമൂവലാണ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ വാട്ടർ റിമൂവ് ആയി ബാക്കി ആരാളുള്ളത്? Rഉം Xഉം. അങ്ങനെ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് കിട്ടി. അത് ജനറൽ മെത്തേഡ് ടു ഫോം ആൽക്കൈൽ ഹാലൈഡ്. ഇനി ആൽക്കൈൽ ക്ലോറൈഡ് സ്പെസിഫിക്കലി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക്
ആൽക്കഹോളിനെ PCl3 അല്ലെങ്കിൽ PCl5 അല്ലെങ്കിൽ SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം PCl3 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കളർ ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഞാൻ ഓരോന്നിനായിട്ട് കൊടുത്തതാണ്. സമപീരിയതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ആൽക്കഹോൾസിൻ്റെ ഒപ്പം PCl3 ആണ് റിയാക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് കിട്ടുക ആൽക്കൈൽ ഹാലൈഡും H3PO3 ആണ്. ഇതെങ്ങനെ ഫോം ചെയ്യുന്നതാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു ഓവർവ്യൂ ആയി കണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി PCl5 ആണെങ്കിൽ നമുക്ക് കിട്ടുക RXും POCl3യും HCl ആണ്. SOCl2 ആണെങ്കിൽ RXും SO2ഉം HCl ആണ്. അപ്പോൾ എല്ലാത്തിലും ഈ ആൽക്കൈൽ ക്ലോറൈഡ്സ് ഉണ്ടാക്കണേൽ എല്ലാത്തിലും RX എന്തായാലും ഉണ്ടാവും, അത് നമുക്കറിയാം അല്ലേ. കാരണം എന്താ, ആൽക്കൈൽ ഹാലൈഡ്സ് ഉണ്ടാക്കേണ്ട ഒരു റിയാക്ഷനാണ്, അതുകൊണ്ട് തന്നെ RCl ഉണ്ടാവും. അപ്പോൾ ഇവിടെ X എന്ന് പറയുന്നത് ക്ലോറിൻ തന്നെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് X എന്ന് എഴുതിയെന്നുള്ളൂ, ശരിക്കും ഇത് ക്ലോറിൻ തന്നെയേ വരുള്ളൂ, വേറെ ആരും വരില്ല. കാരണം ഇത് ആൽക്കൈൽ ക്ലോറൈഡ്സിനെ സ്പെസിഫിക്കലി ഉണ്ടാക്കുന്നതാണ്. അപ്പം X എന്ന് ഞാൻ ജനറലി എഴുതിയെന്നുള്ളൂ, പക്ഷേ ഇവിടെ വരിക ക്ലോറിൻ തന്നെയാണ്. ഇനി ആൽക്കൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ റിയാക്ഷൻ നടത്തിയാൽ നമുക്ക് കിട്ടില്ല. കാരണം എന്താ, PBr3യും PI3യും അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആൽക്കഹോളിൻ്റെ ഒപ്പം ഡയറക്റ്റ് ബ്രോമിൻ അല്ലെങ്കിൽ അയഡിൻ വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കും ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റെസ്പെക്റ്റീവ് ആൽക്കൈൽ ഹാലൈഡ്സ് കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ ബ്രോമിൻ ആണ് ഇവിടെ ഡയറക്റ്റായിട്ട് ആൽക്കഹോൾസിൻ്റെ ഒപ്പം റിയാക്ട് ചെയ്യിപ്പിക്കണം ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് എങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആൽക്കൈൽ ബ്രോമൈഡ് ആയിരിക്കും. അയഡൈഡ് ആണെങ്കിൽ ആൽക്കൈൽ അയഡൈഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആൽക്കഹോൾസിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ആൽക്കഹോൾസിൽ നിന്ന് എങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഇനി ഹൈഡ്രോ കാർബണിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മെയിൻലി 4 മെത്തേഡ്സ് ആണ്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാലോ ആൽക്കീൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. അതാണ് ഫ്രീ റാഡിക്കൽ ഹാലജനേഷനും ഫ്രം ആൽക്കീൻസും. അപ്പോൾ ആദ്യം ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, ആൽക്കെയിൻ്റെ ഒപ്പം ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആഡ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് UV. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മോണോ ഹാലൈഡ്, ഡൈ ഹാലൈഡ്, പോളി ഹാലൈഡ് അങ്ങനെ പറഞ്ഞിട്ട് മിക്സ്ചേഴ്സ് കിട്ടും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തിരുന്നു മീഥെയിൻ പ്ലസ് Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് UV ഗിവ്സ് CH3Cl പ്ലസ് CH2Cl പ്ലസ് CHCl3 പ്ലസ് CCl4. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി ആൽക്കിൻസ് നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ 2 മെത്തേഡ്സ് ഉണ്ട്, അതായത് എഡീഷൻ ഓഫ് HXും എഡീഷൻ ഓഫ് ഹാലജനും അല്ലേ. നമ്മൾ എടുക്കുന്ന ആൽക്കീൻ അതായത് R ഡബിൾ ബോണ്ട് R HX ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് നമുക്ക് എന്ത് കിട്ടും, ഡയറക്റ്റ് ഹാലജൻ കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ എഡീഷൻ ഓഫ് HX വഴിയാണ് ഹാലോ ആൽക്കീൻ ഉണ്ടാക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒന്ന്, സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആൽക്കീൻ ആണ് നമ്മൾ ചൂസ് ചെയ്യണതെങ്കിൽ നമ്മളൊരു റൂളും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അക്കോർഡിംഗ്ലി നമുക്ക് Hനെയും Xനെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ Hനെ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കാർബണിലേക്ക് കൊടുക്കാം, Xനെ രണ്ടാമത്തെ കാർബണിലേക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്, സിമെട്രിക്കൽ ആൽക്കീൻ ആണെങ്കിൽ മാത്രം. ഓക്കെ, അല്ല അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ ആണെങ്കിൽ നമുക്ക് മാർക്കോണിക്കോവ്സ് റൂൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ മേജറും മൈനറും പ്രൊഡക്റ്റ് കിട്ടും. മേജർ പ്രൊഡക്റ്റ് എപ്പോഴും ഫോളോ ചെയ്യാം മാർക്കോണിക്കോവ്സ് റൂൾ ആയിരിക്കും, മൈനർ പ്രൊഡക്റ്റ് ആൻറ്റി മാർക്കോണിക്കോഫ് ആയിരിക്കും. അപ്പോൾ മേജർ പ്രൊഡക്റ്റ് ഫോം ചെയ്യാനുള്ള മാർക്കോണിക്കോവ്സ് റൂൾ എന്താ പറയുന്നത്, ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജന്റ് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണു, അതിലെ നെഗറ്റീവ് പാർട്ട്, ആ ആഡിങ് മോളിക്യൂളിൻ്റെ നെഗറ്റീവ് പാർട്ട് പോവുക ഹൈഡ്രജൻ ആറ്റം കുറവുള്ള കാർബണിലേക്ക് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കോണിക്കോവ്സ് റൂൾ പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആൻറ്റി മാർക്കോണിക്കോഫ്. അപ്പോൾ അതുവഴി ആൻറ്റി മാർക്കോണിക്കോഫ്സ് വഴി ഉണ്ടാവുന്നതാണ് മൈനർ പ്രൊഡക്റ്റ്, മാർക്കോണിക്കോഫ് വഴി ഉണ്ടാവുന്നതാണ് മേജർ പ്രൊഡക്റ്റ്. ഈ റൂൾസ് നമ്മൾ യൂസ് ചെയ്യുക അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ വരുമ്പോഴാണ്. സിമെട്രിക്കൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അഡീഷൻ ഓഫ് ഹാലജൻ ആണെങ്കിൽ ഇപ്പോൾ HX ആഡ് ചെയ്താൽ ഇങ്ങനെയാണ് വരണേന്ന് പറഞ്ഞു, അതിന് റൂളൊക്കെ പറഞ്ഞു. ഇനി അഡീഷൻ ഓഫ് ഹാലജൻ ആണെങ്കിൽ നമുക്ക് കിട്ടുക വിസിനൽ ഡൈ ഹാലൈഡ് ആയിരിക്കും. അതായത് അഡ്ജസൻ കാർബൺ ആറ്റത്തിന്മേൽ 2 ഹാലജൻ വീതം ഉണ്ടാവും. ഓരോ കാർബണും ഓരോ ഹാലജൻ വീതം ഉണ്ടാവും. അതായത് R ഡബിൾ ബോണ്ട് R ആൽക്കീനെ നമ്മൾ X2 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹാലജൻ, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ X2 ഇൻ ദ പ്രസൻസ് ഓഫ് CCl4 ഗിവ്സ് RX വിസിനൽ ഡൈ ഹാലൈഡ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഹാലോ അരീൻസ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് നോക്കൂ, ഹൈഡ്രോ കാർബണിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഹാലോ അരീൻസും പ്രിപ്പയർ ചെയ്യുക അല്ലേ. അപ്പോൾ അതിൽ ഹാലോ അരീൻസ് ഉണ്ടാക്കണതിൽ 2 മെത്തേഡ്സ് ആണ് മെയിനായിട്ടുള്ളത്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും സാൻ മിയേഴ്സ് റിയാക്ഷനും. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറഞ്ഞു ഒരു ബെൻസീൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക പ്ലസ് ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ. ഓക്കെ, ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനും ബെൻസീനോ അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് എൻഹൈഡ്രസ് Cl3 വി ഗെറ്റ് എറൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ എറൈൽ ബ്രോമൈഡ് പ്ലസ് ഹൈഡ്രജൻ ഹാലൈഡ്. ആ ഹാലൈഡ് എന്ന് പറയുന്നത് ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു, ബെൻസീൻ പ്ലസ് Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് എൻഹൈഡ്രസ് Cl3 ഗിവ്സ് ക്ലോറോബെൻസീൻ പ്ലസ് HCl. ഈ ക്ലോറിന് പകരം ബ്രോമിൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് ഹാലോ
എറീൻ കിട്ടുന്നത്. ഇനി സാൻമിയോസ് റിയാക്ഷൻ വഴി നമുക്ക് എങ്ങനെ കിട്ടിയ ബെൻസീൻ ഡൈസോണിയം സോൾട്ട് എടുത്തു. ഇവിടെ സ്പെസിഫിക്കലി എടുക്കുകയാണെങ്കിൽ ക്ലോറിൻ്റെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എടുത്തു. HCl ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു ഇൻ ദ പ്രസൻസ് ഓഫ് Cu2Cl2, അതായത് കുപ്രസ് ക്ലോറൈഡ് വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്ലോറോ ബെൻസീൻ കിട്ടി. പിന്നെ ബെൻസീൻ ഡൈസോണിയം സോൾട്ടിൻ്റെ റിയാക്ഷൻ ആയ കാരണം നൈട്രജൻ റിലീസ് ആവും അല്ലേ. അപ്പോൾ നൈട്രജൻ റിലീസായി, അപ്പോൾ ക്ലോറോ ബെൻസീൻ കിട്ടി പ്ലസ് HCl കൂടി കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഇക്വേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ബെൻസീൻ ഡൈസോണിയം സോൾട്ടും Cu2X2 HXൻ്റെ പ്രസൻസിലെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹാലോ ബെൻസീനും N2 HX കിട്ടും. ഓക്കെ, ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആയിരുന്നു ഗാറ്റർമാൻസ് റിയാക്ഷൻ. അതിൽ നമ്മൾ ഈ കുപ്രസ് ഹാലൈഡിന് പകരം കോപ്പർ പൗഡർ യൂസ് ചെയ്താൽ നമുക്ക് ഗാറ്റർമാൻസ് റിയാക്ഷൻ കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിന് വേണ്ടിയിട്ടുള്ള മെത്തേഡായിരുന്നു ഇത്. ഇതേപോലെ തന്നെ നമുക്ക് അയോഡോബെൻസീനും ഫോം ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ബെൻസീൻ ഡൈസോണിയം സോൾട്ട് തന്നെ എടുക്കും പ്ലസ് KI വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അയോഡോബെൻസീൻ കിട്ടും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹാലോ അലീൻസ് ഉണ്ടാക്കാനുള്ള മെത്തേഡ്. അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ടു പ്രിപ്പയർ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അലീൻസ് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ് ആണ്. സോ ആ വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.